എല്ലാ ഭാരവാഹികൾ, പ്രത്യേകിച്ച് പ്രിയ പാസ്റ്റർ കുടുംബം എല്ലാവർക്കുമുള്ള ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ വേഗം നമുക്ക് ദൈവവചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. ഇന്ന് രാത്രിയിൽ കേൾക്കാൻ പോകുന്ന 31-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യമാണ്. നമ്മൾ അല്പനിമിഷം ഒരു 30 മിനിറ്റ് സമയം മാത്രം ഒതുങ്ങി നിന്ന് ചിരാത്മിക ചിന്തകൾ പങ്കുവെക്കാമെന്നാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. 31-ാം സങ്കീർത്തനം അതിന്റെ 19-ാമത്തെ വാക്യം. നിന്റെ ഭക്തന്മാർക്കു വേണ്ടി സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്കു വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. സ്തോത്രം. 31-ാം സങ്കീർത്തനം ദാവീദിന്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു സങ്കീർത്തനമാണ്. ദാവീദ് എഴുതിയ 75ഓളം സങ്കീർത്തനങ്ങൾ നമുക്ക് ലഭ്യമാണ്. സ്തോത്രം. അതിൽ ഈ സങ്കീർത്തനം പാടുവാൻ എഴുതുവാനുണ്ടായ പശ്ചാത്തലം വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും പൊതുവെ ബൈബിൾ സ്കോളേഴ്സ് വന്നു ചേരുന്ന ഒരു അഭിപ്രായം, ദാവീദ് കെയില നിവാസികളെ ഒരു സമയത്ത് അവരുടെ പ്രതിസന്ധിയിൽ അവരെ യുദ്ധം ചെയ്തവരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ അതേ കെയില നിവാസികൾ ദാവീദിനെ ശൗലിനെ ഒറ്റിക്കൊടുക്കും എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നു. സ്തോത്രം. അങ്ങനെ ദാവീദ് ദൈവത്തോട് ആലോചന വരെ ചോദിച്ചു, കെയില നിവാസികൾ എന്നെ ശൗലിനെ ഏൽപ്പിച്ചു കൊടുക്കുമോ? സ്തോത്രം. അങ്ങനെ തന്നെ ഒറ്റിക്കൊടുക്കുവാനും ഏൽപ്പിച്ചു കൊടുക്കാനുമുള്ള സാധ്യത മനസ്സിലാക്കിയ ദാവീദ് അവിടുന്ന് ഓടിപ്പോയപ്പോൾ ആ വേദനയിൽ നിന്ന് പാടിയ ഒരു സങ്കീർത്തനമാണ് 31-ാം സങ്കീർത്തനം എന്നാണ് ഒട്ടുമിക്കവാറും ബൈബിൾ സ്കോളേഴ്സ് ഒക്കെ അഭിപ്രായപ്പെടുന്നത്. സ്തോത്രം. നമുക്കും ഇങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്തോത്രം. നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ നന്മ അനുഭവിച്ചവരും നമ്മൾ സഹായിച്ചവരും നമ്മുടെ കരുതിയവരായ ദിവസത്തിൽ നെടുവീർപ്പുകൾ നമ്മുടെ അകത്തുനിന്നുയരും ആണ് ഈ സങ്കീർത്തനം രചിക്കപ്പെടുവാനുണ്ടായ പശ്ചാത്തലം. ഈ സങ്കീർത്തനത്തെ ചില ആളുകൾ ഇരമ്യാവ് എഴുതിയ എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണം ഈ സങ്കീർത്തനത്തിന്റെ ചില വാക്യങ്ങളൊക്കെ ഇരമ്യാ പ്രവചനത്തിനകത്ത് ഉണ്ട്. കൂടാതെ ഈ സങ്കീർത്തനത്തിലെ ഒരു പദം കർത്താവായ യേശുക്രിസ്തു തന്റെ 7 മൊഴികളിൽ ഒന്നായി പറയുന്നതായും കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു മഷികൈക സങ്കീർത്തനമായിട്ടും ആളുകൾ ഇതിനെ ഉദ്ധരിക്കുന്നുണ്ട്. സ്തോത്രം. നമുക്ക് ഈ സങ്കീർത്തനത്തെ ഒന്ന് പഠനത്തിനായിട്ടൊന്ന് ശ്രദ്ധിക്കാം. സ്തോത്രം. ഇതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ സഹായത്തിനായിട്ടുള്ള ദാവീദിന്റെ അപേക്ഷയാണ് കാണുന്നത്. ആദ്യത്തെ 6 വാക്യങ്ങളിൽ സഹായത്തിനായിട്ടുള്ള അപേക്ഷയാണ് കാണുന്നത്. സ്തോത്രം. കൂടാതെ രണ്ടാമത് നമ്മൾ കാണുന്നത് ലഭിച്ച സഹായത്തിനുള്ള നന്ദിയാണ് 7-8 വാക്യങ്ങളിൽ കാണുന്നത്. 7-ാം വാക്യത്തിലൊക്കെ കാണുന്നു, നിന്റെ ദയയിൽ ഞാൻ ആനന്ദിക്കുന്നു, നീ എന്നെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല, വിശാല സ്ഥലത്ത് നിർത്തി. അപ്പൊ നോക്കി, ആദ്യത്തെ 6 വാക്യങ്ങളിൽ സഹായത്തിനായിട്ടുള്ള അപേക്ഷ കൊടുത്തു. ദൈവം ആ സഹായം കൊടുത്തപ്പോൾ 7-8 വാക്യങ്ങളിൽ ആ സഹായത്തിന് ലഭിച്ച നന്ദി ദാവീദ് കരയറ്റുന്നതാണ് കാണാൻ കഴിയുന്നത്. സ്തോത്രം. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ
താൻ അനുഭവിച്ച പ്രതിസന്ധികൾ ഓരോന്നായി ദാവീദ് എണ്ണി എണ്ണി പറയുകയാണ്. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ താൻ അനുഭവിച്ച പ്രതിസന്ധികൾ, താൻ വ്യസനത്തിലായിരുന്നതും തന്റെ പ്രാണനും ഉദരവും ക്ഷയിച്ചു പോയതും തന്റെ ആയുസ് ദുഃഖം കൊണ്ടും സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ട് കഴിഞ്ഞു പോയതും അസ്ഥികൾ ക്ഷയിച്ചതും താൻ ഇന്നലകളിൽ അനുഭവിച്ച എല്ലാ കഷ്ടതകളുടെ ഒരു വിശദമായ വിവരമാണ് 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ സ്തോത്രം ദാവീദ് വിവരിക്കുന്നു. വീണ്ടും 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തോട് സഹായം ദാവീദ് ആവശ്യപ്പെടുകയാണ്. സ്തോത്രം, ദൈവത്തോട് ഒരു സഹായം ആവശ്യപ്പെടുന്നു. എന്നാൽ 19-ാമത്തെ വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെ നമ്മൾ ശ്രദ്ധിച്ചാൽ ദാവീദ് ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹം പ്രതീക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്തോത്രം, ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹം പ്രതീക്ഷിക്കുന്നു. സ്തോത്രം. അത് മാത്രമല്ല, ആ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനമായി 23-24 വാക്യങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കാനുള്ള ആഹ്വാനത്തോടു കൂടാണ് ഈ സങ്കീർത്തനം ദാവീദ് അവസാനിപ്പിക്കുന്നത്. സ്തോത്രം. ഇതിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 19-ാമത്തെ വാക്യമാണ്. സ്തോത്രം. എങ്കിലും ഒരു വാക്കിൽ ചേർത്ത് പറയുകയാണ്, 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണ് അത് ദാവീദ് ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹം പ്രതീക്ഷിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഇവിടെ 19-ാമത്തെ വാക്യത്തിൽ ദാവീദ് ദൈവത്തോട് പറയുകയാണ്, നിന്റെ ഭക്തന്മാർക്കു വേണ്ടി സംഗ്രഹിച്ചതും. സ്തോത്രം. അങ്ങനെ ഒറ്റ വാക്കിൽ ഞാൻ അങ്ങ് പറഞ്ഞു വിടുന്നില്ല, കാരണം നിന്റെ ഭക്തന്മാർക്കു വേണ്ടി നീ സംഗ്രഹിച്ചതും, ആ നീ എന്നുള്ളതിനാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ്. സ്തോത്രം. മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുത്. സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ നമ്മെ ഒത്തിരി കഷ്ടതകൾക്കൊക്കെ അനുവദിച്ചാലും ഒത്തിരി പ്രതിസന്ധികൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാൻ ദൈവം അനുവാദം കൊടുത്താലും ഫൈനലി അവൻ നന്മ കൊണ്ട് നിന്നെ അലങ്കരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അവൻ നിന്റെ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. നോക്കുക, അതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് ദാവീദ് പറയുന്നത്. സ്തോത്രം. നമുക്ക് ഈ ഭാഗത്തിലേക്കൊന്ന് വരാം. ഈ ഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്നെ കർത്താവ് ചിന്തിപ്പിച്ചൊരു കാര്യം, ആർക്കാണ് ദൈവം നന്മ ചെയ്യുന്നത്? സ്തോത്രം. തുടങ്ങുന്നത് അത് പറഞ്ഞുകൊണ്ടാണ്. എല്ലാവർക്കും നന്മ ചെയ്യുന്നു എന്നുള്ളതല്ല, ആർക്കാണ് നന്മ ചെയ്യുന്നത്? ഈ പശ്ചാത്തലത്തിൽ സ്തോത്രം, നിന്റെ ഭക്തന്മാർക്കു വേണ്ടി നീ സംഗ്രഹിച്ചതും. നന്മ എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. എന്താണ് ഈ നന്മ എന്ന് പറഞ്ഞാൽ? ദൈവം തരുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് അനുഗ്രഹം, ഒന്ന് നന്മ. സ്തോത്രം. നമുക്കതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം, ഈ ഭൂമിയിലെ ജീവിതത്തിന് ആവശ്യമായ സമ്പത്തും സമൃദ്ധിയും ശാരീരിക സൗഖ്യത്തെയുമാണ് തിരുവെഴുത്ത് നന്മ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താണ് നന്മ എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കേണ്ടതിന്, ഈ ഭൂമിയിലെ ജീവിതത്തിന് ആവശ്യമേറിയ സമ്പത്തും സമൃദ്ധിയും ശാരീരിക സൗഖ്യവുമാണ് തിരുവെഴുത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ഭാഗത്തെ നന്മ. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ നന്മ ദൈവം ചെയ്യുന്നത് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടിയാണെന്നാണ് ദാവീദ് പറഞ്ഞു തുടങ്ങുന്നത്. ഭക്തനാകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്തോത്രം. ഇതൊരു വലിയ വിഷയമായി, ഭക്തൻ എന്നുള്ള വിഷയം. ഞാനതുകൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടുത്തെ ഈ ഒരു പശ്ചാത്തലത്തിൽ മാത്രം നിന്നുകൊണ്ട് ഭക്തനാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സ്തോത്രം. നമുക്ക് 15-ാം വാക്യത്തിൽ ശ്രദ്ധിക്കാം. ഒന്ന്, എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. സ്തോത്രം. ദാവീദ് പറയുന്നു, ഞാൻ എടുത്തു ചാടുകയല്ല, പിന്നെ എൻ്റെ എല്ലാ കാലഗതികളും ദൈവത്തിന്റെ കയ്യിലാണ്. സ്തോത്രം. അപ്പോൾ ഒരു ഭക്തനാകണമെങ്കിൽ അവന്റെ കാലങ്ങളും കാലഗതികളും കാലടികളും ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടവനെ മാത്രമേ നമുക്കൊരു ഭക്തൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയൂ. സ്തോത്രം. ഒന്ന്. രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്തോത്രം, ദാവീദ് പറയുന്നത്, വ്യാജമുള്ള അധരങ്ങൾ മിണ്ടാതായി പോകട്ടെ. 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ വ്യാജം സംസാരിക്കാതിരിക്കുന്ന അധരമുള്ളവനെയാണ് ഭക്തനെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്.
സ്തോത്രം. അപ്പോൾ 3, നീതിമാന് വിരോധമായി ഡംബത്തോടും നിന്നയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കാത്തവനാണ് ഒരു ഭക്തനായ മനുഷ്യൻ എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്തോത്രം. ദൈവത്തിന്റെ കയ്യിലേക്ക് കാലഗതികളെയും കാലടികളെയും സമർപ്പിക്കുന്ന, അതരങ്ങളിൽ വ്യാജമില്ലാത്ത, സ്തോത്രം, നീതിമാന് വിരോധമായി ഡംബവും നിന്നയും സംസാരിക്കാത്തവനെയാണ് ഈ ഭാഗത്ത് വേദപുസ്തകം ഭക്തൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാവോ? എല്ലാം കൊടുക്കുന്നതിന് മുൻപ് ദൈവം ഒരു വ്യവസ്ഥ പറയും. സ്തോത്രം. നിങ്ങള് ഈ ബൈബിള് തുറന്ന പാസ്റ്റർമാര് അനുഗ്രഹം 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 എന്നൊക്കെ പറയും. പക്ഷെ ദൈവം അങ്ങനെ പറയത്തില്ല. ദൈവം പറയുന്ന എല്ലാ അനുഗ്രഹത്തിനും ഒരു ക്ലോസ് വെച്ചിട്ടേ ദൈവം പറയുള്ളൂ. സ്തോത്രം. നിങ്ങൾ തന്നെ തീവെടുത്ത് വായിച്ചു നോക്കൂ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നാ പറഞ്ഞത്. ചുമ്മാ മാനിക്കുമെന്ന് ദൈവം പറഞ്ഞില്ല. ആദ്യത്തെ ക്ലോസ് എന്താ? എന്നെ എന്ത് ചെയ്യണം? മാനിക്കണം. സ്തോത്രം. നീ ആദ്യം എന്നെ മാനിക്ക്, ശേഷം ഞാൻ നിന്നെ മാനിക്കാം. സ്തോത്രം. അപ്പോൾ ഇവിടെ ദൈവം പറയുന്നു, എനിക്ക് തരാൻ നിന്റെ കയ്യിൽ ഒരു വലിയ നന്മ ഇരിപ്പുണ്ട്. ആരോടൊക്കെ കർത്താവ് പറയുന്നു? 2025 സ്തോത്രം. ഞാൻ 25 ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, 25 24 മോശമേറിയ പ്രശ്നങ്ങളാണ് 25 സ്തോത്രം. 25 പുതിയ വൈറസിനെ കുറിച്ച് കേട്ടോണ്ടാ തുടങ്ങി. 60 പേര് പീഡിത പെങ്കൊച്ചിനെ കുറിച്ച് വാർത്ത വരുന്നു. കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ഇപ്പൊ ഈ വർഷം എല്ലാം കേൾക്കുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ നടുവിലും ദൈവത്തിന് തരാൻ, നിന്റെ കയ്യിൽ തരാൻ വലിയ നന്മ ദൈവത്തിന്റെ കയ്യിലുണ്ട്. അത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പണ്ടും ഇന്നലെയും ഇന്നും ദൈവത്തിന്റെ കയ്യിൽ തരാൻ ഒരു വലിയ നന്മയുണ്ട്. പക്ഷേ ദൈവം അതിന് വെക്കുന്ന മാനദണ്ഡം 2025 വളരെ വഷളാക്കപ്പെടുന്ന വർഷമാണ്. പക്ഷെ ദൈവം നിന്നോട് പറയുന്നു, കുഞ്ഞെ, ആ വലിയ നന്മ നിനക്ക് തരാൻ ഞാനൊരു മാനദണ്ഡം വെക്കുന്നു. ഭക്തനായി ജീവിക്കാൻ ഒരു തീരുമാനമെടുക്കണം. സ്തോത്രം. എന്താണ് ഭക്തി? അത് നിന്റെ കാലഗതികളും കാലടികളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന, വ്യാജമായി അതരങ്ങൾ ചലിപ്പിക്കാത്ത, സ്തോത്രം, നീതിമാനെതിരെ ധാർഷ്ട്യത്തോടും നിന്നയോടും സംസാരിക്കാത്ത ഒരു ഭക്തനായ ജീവിതം നയിക്കാൻ നീ തയ്യാറായാൽ ദൈവാത്മാവ് പറയുന്നു, നീ ഇനി ലജ്ജിക്കേണ്ടി വരത്തില്ല. സ്തോത്രം. അതാണ് 17-ാം വാക്യം പറയുന്നത്. നീ ഇനി ലജ്ജിക്കേണ്ടി വരത്തില്ല. എന്താ കാര്യം? നിനക്കു വേണ്ടി സംഗ്രഹിച്ചു വെച്ചൊരു നന്മ ദൈവം വെളിപ്പെടുത്തുന്ന വർഷമാണ് 2025. സ്തോത്രം. നോക്കിക്കേ, സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വർഷങ്ങളായി ദൈവം കരുതി വെച്ചിരിക്കുന്നതാ. പക്ഷേ അത് 24-ലും വെളിപ്പെട്ടില്ല. ഇല്ലെന്നേ, 24-ലും വേണ്ടതുപോലെ അത് വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ വർഷങ്ങളായി ദൈവം സംഗ്രഹിച്ചു വെച്ചിരിക്കുക. സ്തോത്രം. അത് ദൈവം വെളിപ്പെടുത്തി തരുന്ന വർഷമാണ് 2025. സ്തോത്രം. അതിന് ദൈവം ആവശ്യപ്പെടുന്നു, നീ ഈ പറഞ്ഞ രീതിയിൽ ഭക്തനായി ജീവിക്കാൻ ഒരു തീരുമാനമെടുക്കാൻ ദൈവാത്മാവ് അതിശക്തമായ ദൂതരെ മാറുകയാണ്. ഞാനിവിടെ ഈ വാക്യത്തിലേക്കൊന്ന് വരികയാണ്. ദൈവത്തിന്റെ നന്മയുടെ ഒരു 5-6 സവിശേഷതകൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് കുത്തിടാം. സ്തോത്രം. ദൈവത്തിന്റെ നന്മയുടെ ഒരു 5-6 സവിശേഷതകൾ. സ്തോത്രം. നമുക്ക് ഈ വാക്യത്തിൽ തന്നെ നിന്നുകൊണ്ട് സംസാരിക്കാം. സ്തോത്രം. ഒന്ന്, ഇത് ദൈവത്തിന്റെ നന്മയാണ് എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ സവിശേഷത. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നീ എന്നുള്ള വാക്കിന് വളരെ പ്രാധാന്യമുണ്ട് ഈ അതേ വാക്യത്തിനകത്ത്. നീ സംഗ്രഹിച്ചത്, നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ. കണ്ടോ? നീ സംഗ്രഹിച്ചത്, നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ. അപ്പൊ ഈ നന്മയുടെ പ്രത്യേകത ഇത് ദൈവത്തിന്റെ നന്മയാണെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ ലോകത്ത് 2 കക്ഷികളേ ഉള്ളൂ, ഒന്ന് ദൈവം, ഒന്ന് പിശാച്. അപ്പോൾ ദൈവവും നന്മ ചെയ്യും, പിശാചും ചെയ്യും. സ്തോത്രം. തർക്കമൊന്നുമില്ലല്ലോ. പിശാചിന് പിന്നെ യാതൊരു ക്ലോസുകളും പുള്ളി വെക്കത്തില്ല, വാരിക്കോരി കൊടുക്കും. യേശുവിനോട് വരെ പറഞ്ഞില്ലേ, ചുമ്മാ ഒന്ന് തന്നെ നമസ്കരിച്ചാൽ മതി, കാണുന്നെല്ലാം തരാന്ന്. സ്തോത്രം. നോക്കിക്കേ. പക്ഷേ ഒരു പ്രത്യേകത ഞാൻ പറയാം. ലോകത്തുള്ള ചുറ്റുപാടുള്ളവരെയൊക്കെ സാത്താൻ നന്മകൾ കൊടുത്ത് അവരെയൊക്കെ പുഷ്ടിപ്പെടുത്തുമ്പോൾ ഇന്ന് രാത്രിയിൽ നീ പ്രാപിക്കുന്ന നന്മ ദൈവത്തിൻ്റെതാണെന്നുള്ളൊരു ഉറപ്പ് നിനക്കുണ്ടായിരിക്കണം. സ്തോത്രം. നോക്കിക്കേ, ഒരു കാര്യം വളരെ
വ്യക്തമായിട്ട് ഞാൻ പറയാം. ദൈവം നന്മ ചെയ്യണമെങ്കിൽ നീ സത്യസന്ധനായിരിക്കണം. സ്തോത്രം. നീ ഭക്തനായിരിക്കണം. സ്തോത്രം. ഒരു വാക്കുകൂടെ പറയാം. നമുക്കറിയാം, യാബോക്കിന്റെ കടവിന്റെ തീരത്ത് യാക്കോബ് ദൈവത്തിന്റെ ദൂതനുമായി മല്ല് പിടിക്കുമ്പോൾ തനിക്ക് ഓൾറെഡി 2 കൂട്ടമുള്ള വലിയ നന്മയുണ്ട്. ഒരു വടിയുമായി പോയവൻ 2 കൂട്ടമായി വലിയ നന്മയുമായി നിൽക്കുമ്പോഴാണ്, സ്തോത്രം, അവൻ ദൈവത്തോട് അനുഗ്രഹമായി. യാക്കോബിന് മനസ്സിലായി, താൻ നേടിയ ഈ അനുഗ്രഹമെല്ലാം താൻ കായിക അധ്വാനം കൊണ്ടും തൻ്റെ സത്യസന്ധനല്ലാത്ത അനുഭവങ്ങളിൽ കൂടെ ഒക്കെ ഉണ്ടാക്കിയെടുത്തതാ. പക്ഷേ യാബോക്കിന്റെ കടവിന്റെ തീരത്ത് വെച്ച് ദൂതൻ തന്റെ പേര് ചോദിച്ചപ്പോൾ, ഇന്നലകളിൽ അപ്പൻ പേര് ചോദിച്ചപ്പോൾ നുണ പറഞ്ഞ യാക്കോബ് ഇപ്പോൾ ഇവിടെ സത്യസന്ധനായി സ്വന്തം പേര് തുറന്ന് സമ്മതിച്ചുകൊണ്ട് ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുകയാണ്. സത്യസന്ധനായില്ലെങ്കിലും നിങ്ങൾക്ക് നന്മയുണ്ടാകും, കുബുത്തികളിലൂടെയും നന്മയുണ്ടാകും. പക്ഷേ ഇന്ന് രാത്രിയിൽ നീ നിന്റെ വീട്ടിൽ കിടക്കുന്ന ഒരു കല്ലുപെൻസിലാകട്ടെ, മുട്ടുസൂചിയാകട്ടെ, അത് മുഴുവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണെന്നുള്ള ബോധ്യം ഇന്ന് രാത്രി ഉണ്ടാകണം. സ്തോത്രം. പിശാചിന് ക്ലെയിം ചെയ്യാനുള്ള ഒന്നും നിന്റെ കയ്യിൽ ഉണ്ടാകരുത്. എന്തെങ്കിലുമൊക്കെ നിന്റെ വീട്ടിനകത്ത്, നിന്റെ ലൈഫിനകത്ത് സാത്താന്റെ നന്മകൾ എന്തൊക്കെയോ ഉള്ളത് കൊണ്ടാണ് പിശാച് നിന്നെ ഫോളോ ചെയ്യുന്നത്. സ്തോത്രം. ലാബാൻ യാക്കോബിനെ പിന്തുടർന്നത് അവന്റെ വിഗ്രഹം അതേ ഒട്ടകത്തിന്റെ കോപ്പിനകത്തിട്ട് റാഹേല് കൊണ്ടുവന്നത് കൊണ്ടാണ് ലാബാൻ പിന്തുടർന്നെങ്കിൽ, ദൈവാത്മാവിനോട് പറയുന്നു, എന്തൊക്കെയോ കാരണങ്ങളിലൂടെ പിശാചിന്റെ എന്തൊക്കെയോ നന്മകൾ കൂടാരത്തിൽ ഉണ്ടെങ്കിൽ അവൻ നിന്നെ പിന്തുടരും. എന്നാൽ ഇന്ന് രാത്രിയിൽ കൃപ പ്രാപിച്ച ദൈവജനം ഉറപ്പുവരുത്തുക, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തിന്റെ നന്മയാണ് അനുഭവിക്കാൻ പോകുന്നത്. സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ നന്മയാണ് ഞാൻ പ്രാപിക്കാൻ പോകുന്നത്. അതാണ് ഈ നന്മയുടെ ഒന്നാമത്തെ സവിശേഷത. ഞാൻ അനുഭവിക്കുന്നത് ദൈവത്തിന്റെ നന്മയാണ്. സ്തോത്രം. നോക്കുക, ഇവിടെ മറ്റൊരു കാര്യം കൂടെ വളരെ വ്യക്തമായി ഈ ഭാഗത്തുനിന്ന് പറയാം. ദൈവത്തിന്റെ നന്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബൈഹാർട്ടാ. സ്തോത്രം. എന്താ? റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം വായിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. അതിന്റെ ഒറിജിനൽ തർജ്ജമ നിങ്ങൾ വായിച്ചാൽ സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നല്ല, സകലവും നന്മയ്ക്കാക്കി ദൈവം വ്യാപരിപ്പിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിന്റെ ശാപത്തിനും നിന്റെ നാശത്തിനും നിന്റെ കെടുതിക്കും നീ മുടിയാനും പലരും ചെയ്തിട്ടും ഇതുവരെ എന്താ ഏക്കാത്തതെന്ന് ഓർത്ത് പലരും ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം. എന്താ അതിന്റെ കാരണം എന്നറിയാമോ? പലരും ചെയ്തു, പക്ഷെ നിന്റെ കോമ്പൗണ്ടിനകത്ത് അത് കയറിയപ്പോൾ ദൈവം അത് നന്മയാക്കി തീർക്കുകയാ. സ്തോത്രം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവജനം വിളിച്ചു പറ, അവൻ സകലത്തെയും നന്മയാക്കി തീർക്കുന്ന ദൈവമായതുകൊണ്ടാണ് ഇന്ന് രാത്രി ആരോഗ്യത്തോടെ വന്നിരുന്ന് കർത്താവിനെ സ്തുതിക്കാനുള്ള അവസരം ലഭിച്ചത്. ഇല്ലെങ്കിൽ 24 പലതും അത് അവസാനിച്ചതിന് 25 കാണുകയില്ലായിരുന്നു. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ നന്മയെല്ലാം, ദൈവം ചെയ്യുന്ന എല്ലാ നന്മകളും അതെല്ലാം സ്പെഷ്യാലിറ്റി ഉള്ള നന്മകളാണ്. എല്ലാ തിന്മകളെയും നന്മയാക്കി തീർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, നാം അനുഭവിക്കുന്നത് ദൈവത്തിന്റെ നന്മയാണെന്നുള്ള ബോധ്യം ഈ രാത്രി ഉണ്ടാകട്ടെ. ഇനി രണ്ടാമത്തെ പ്രത്യേകത, ഈ നന്മയുടെ രണ്ടാമത്തെ പ്രത്യേകത, സ്തോത്രം, ഏത് 25-ൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഈ നന്മയുടെ രണ്ടാമത്തെ പ്രത്യേകത 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇത് സംഗ്രഹിച്ചു വെച്ച നന്മയാണ്. സ്തോത്രം. ഇത് സംഗ്രഹിച്ചു വെച്ച നന്മയാണ് എന്ന് പറഞ്ഞാൽ കരുതി വെച്ചിരുന്ന നന്മയാണ്. സ്തോത്രം. പ്രിയരെ, നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത നമുക്കുള്ളത് മാത്രമല്ല, നമ്മുടെ തലമുറകൾക്കുള്ളത്, നമ്മുടെ കുടുംബത്തിനുള്ളത്, സ്തോത്രം, നമ്മുടെ ഭാവിക്കുള്ളത്, ഇതെല്ലാം ദൈവം കരുതി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഗിദയോന്റെ അപ്പന്റെ വീട്ടിൽ അത് തൊഴുത്തിൽ കിടന്ന കാളയുടെ വയസ്സ് 7 എന്റെ ദൈവത്തിന് അറിയാമെങ്കിൽ, നിന്റെ തലമുറയുടെ വയസ്സ് 18 19 25 ആ തലമുറയ്ക്ക് ഇന്നത് പഠിക്കണമെന്നും അവളെ കെട്ടിച്ചു വിടണമെന്നും എന്ത് കൃത്യമായി അറിയാവുന്ന ദൈവത്തെ നാം സേവിക്കുന്ന അറിയാമോ? സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇത് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന നന്മയാ. പിന്നെ ഈ നന്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നീ പറയുമ്പോഴൊന്നും റിവീൽ ചെയ്യത്തില്ല ദൈവം. നീ പറയുമ്പോഴൊന്നും ഇത് വെളിപ്പെടുത്തണമെന്നില്ല. പിന്നെ ഈ നന്മ വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്തോത്രം. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന്
ബലമുള്ള കരത്തിൻ കീഴെ താന്നിരിക്കണം. സ്തോത്രം. ദൈവം സംഗ്രഹിച്ചു വെച്ച നിന്റെ ഭാവിക്കാകട്ടെ, തലമുറകൾക്കാകട്ടെ, മിനിസ്ട്രിക്കാകട്ടെ, ദൈവം സംഗ്രഹിച്ചു വെച്ച നന്മ വെളിപ്പെടണമെങ്കിൽ സ്തോത്രം, നീ അവ തക്ക സമയം വരെ ബലമുള്ള കരത്തിന് കീഴെ താന്നിരിക്കണം. എവിടെയോ അല്പം കൂടെ താഴാനുണ്ട്, എവിടെയോ ആ ബലമുള്ള കരത്തിന് കീഴെ അല്പം കൂടെ ഒതുങ്ങാനുണ്ട്. അതുകൊണ്ടാണ് പലരും സ്തോത്രം ആ സംഗ്രഹിച്ച നന്മ വെളിപ്പെട്ടു വരാത്തതെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒന്ന് സമർപ്പിക്കപ്പെടുവാൻ, ഒന്ന് വിധേയപ്പെടുവാൻ തയ്യാറായാൽ സംഗ്രഹിക്കപ്പെട്ട നന്മകൾ അതാത് സമയങ്ങളിൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കിക്കേ, ഇസഹാക്കും അബ്രഹാമും കൂടെ യാഗത്തിന് വേണ്ടി പോയപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ താഴെ വെച്ചേ വെളിപ്പെടുത്താമായിരുന്നു. പക്ഷെ ദൈവം വെളിപ്പെടുത്തിയില്ല. പിന്നെ ദൈവം അത് ഇസഹാക്കിന് വേണ്ടിയുള്ള യാഗമൃഗത്തെ കരുതി വെച്ചിരുന്നു. നോക്കി, സംഗ്രഹിച്ചു വെച്ചിരുന്നു ദൈവം. സ്തോത്രം. പിന്നെ എപ്പോഴാ ഇത് വെളിപ്പെടുത്തിയെന്നറിയാമോ? സ്തോത്രം, ദൈവത്തിന്റെ സമയത്ത്. സ്തോത്രം. എപ്പോഴാ? ആ മല കയറി മുകളിലെത്തി യാഗപീഠം ഒരുക്കി സ്തോത്രം കൈകാലുകൾ കെട്ടി കത്തിയെടുത്തപ്പോഴാണ് സംഗ്രഹിച്ചു വെച്ച നന്മതയും വെളിപ്പെടുത്തിയത്. സ്തോത്രം. ആരോടോ കർത്താവിനോട് പറയുന്നു, പ്രതീക്ഷ അവസാനിച്ചു എന്നോ നിരാശപ്പെടേണ്ട കാര്യമേ ഇല്ല. ഫൈനൽ റൗണ്ടിൽ ഏറ്റവും അവസാന നിമിഷം തീർന്നുവെന്ന് കരുതുന്ന സമയം വർഷങ്ങളായി ദൈവം സംഗ്രഹിച്ചു വെച്ച നന്മ പോകുക. ആരോ 25 ആ ഗ്രേറ്റ് നന്മ, ആ വലിയ നന്മ എന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. ഇനി മൂന്നാമത്തെ പ്രത്യേകത, ദൈവത്തിന്റെ നന്മയ്ക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് സ്തോത്രം. ആ 19-ാം വാക്യം അവസാനിക്കുമ്പോൾ പറയുന്നത്, നിന്റെ നന്മ എത്ര വലിയതാകുന്നു. ഞാനിങ്ങനെ പറയും, ദ ഗ്രേറ്റ് ഈസ് ദൈ ഗുഡ്നസ്. സ്തോത്രം. വലിയ നന്മ. ഒന്ന്, ഇത് ദൈവത്തിന്റെ നന്മയാണ്. രണ്ട്, ഇത് സംഗ്രഹിച്ചു വെച്ച നന്മയാണ്. മൂന്ന്, ഇത് വലിയ നന്മയാണ്. എൻ്റെ ദൈവത്തിന് ചെറിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ എഴുതിയ പുസ്തകം ഞാൻ വായിച്ചു. അതൊരാൾ പ്രസംഗിക്കുന്നതും കേട്ടു. സത്യമാണ്. എൻ്റെ ദൈവം ചെയ്താൽ വലിയതേ ചെയ്യത്തുള്ളൂ. സ്തോത്രം. ഒന്നുകൂടെ ഇറങ്ങി പറയാം, വേറെ ആരും ചെയ്യാത്തതും വേറെ ആരും ചെയ്താൽ അതിന് തത്തുല്യം വരാത്തതുമായ വലിയ നന്മയെ ദൈവം ചെയ്യത്തുള്ളൂ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിന്നെ ശേഷിപ്പിച്ചു വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയാം? വലിയ നന്മ നിന്നെ കാണിക്കാനാ. സ്തോത്രമായിരുന്നു. വാഹനങ്ങൾ നമ്മെ ഇടിക്കേണ്ട, രോഗം നമ്മെ തീർക്കേണ്ടതായിരുന്നു. പക്ഷേ ദൈവം നമ്മെ ശേഷിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ വലിയ നന്മ നമ്മെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അവൻ വലിയ നന്മ ചെയ്യുന്ന ദൈവമാണ്? ഞാന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായി. ഇസ്രായേൽ മക്കള് മരുഭൂമി കൂടെ പോയപ്പോൾ ദൈവം മന്ന കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു. ഈ അടുത്ത സമയത്ത് ഒരു ഹോട്ടലിൽ ഒരു ദൈവദാസന്റെ കൂടെ പോയപ്പം ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഇസ്രായേൽ മക്കൾ കഴിച്ച ഭക്ഷണം ഇവിടെ ഉണ്ട്. ഞാൻ ഓർത്ത് എന്തുവാ? കാടപ്പക്ഷി. സ്തോത്രം. ഞാൻ നോക്കിയപ്പോ ഒരു പ്ലേറ്റില് ഈർക്കിലി പോലത്തെ 3-4 കമ്പ് പോലെ സാധനം വരുന്നു. ഞാനിത് കണ്ടിട്ട് പാസ്റ്ററോട് ചോദിച്ചു, ഇതാണോ ഇസ്രായേൽ മക്കൾ കഴിച്ചത്? ഈ ഈർക്കിലി പോലത്തെ 3 കമ്പ്, അതേൽ ഏതാണ്ട് മസാല പോലെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, ഇതാണോ ഇസ്രായേൽ മക്കൾ കഴിച്ചത്? ഞാൻ പറഞ്ഞു, നോ, ഇസ്രായേൽ മക്കൾ കഴിച്ച സാധനം ഇന്ന് വരെ ആരും കഴിച്ചിട്ടില്ല. സ്തോത്രം. അത് അവർക്ക് വേണ്ടി മാത്രം ദൈവം ഉണ്ടാക്കിയ സ്പെഷ്യലാണ്. സ്തോത്രം. അത് അവർക്ക് വേണ്ടി മാത്രം ദൈവം ചെയ്തെടുത്ത സ്പെഷ്യലാണ്. അവർക്ക് വേണ്ടി മാത്രമുള്ള വെറൈറ്റിയാണ്. ആരോടോ ദൈവാത്മാവ് പറയുന്നു, നിന്റെ മറുപടികൾ വൈകുമ്പോൾ നിന്റെ മനസ്സ് വിഷമിക്കേണ്ട. നിനക്ക് വേണ്ടിയുള്ള സ്പെഷ്യല് ദൈവം കരുതിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സാധനം ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിന്റെ കൂടാരത്തിനകത്ത് ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന നല്ല നെഞ്ചുറപ്പുള്ളവർ വാ തുറന്ന് പറഞ്ഞു, 2025 ഞാൻ വലിയ നന്മ കാണും. വലിയത്. സ്തോത്രം. അതാണ് യേശു പറഞ്ഞത്, നദനിയേലേ, അതെ നദനിയേലേ, നീ ഇതിലും വലുത് കാണുമെന്ന്. സ്തോത്രം. നീ കണ്ടതല്ല വലുത്, നീ കാണാൻ പോകുന്നതാണ് വലുത്. സ്തോത്രം. അതെ, 25 നീ കാണാൻ പോകുന്നതാണ് വലുതെന്ന് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഈ നന്മയുടെ 4-ാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ നന്മ ദൈവം ചെയ്യുന്നത് മനുഷ്യർ കാണുക മാത്രം ദൈവം
മനസ്സിലാകുന്നില്ലേ? സ്തോത്രം. അതിന്റെ 19-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ. ചിലർ പറയുന്നത് സ്തോത്രം, ആരോടും പറയൊന്നും വേണ്ട, എയർപോർട്ടിൽ എത്തിയിട്ട് ആളുകൾ അറിഞ്ഞാൽ മതി. അതല്ല, അല്ലെങ്കിൽ ഇപ്പൊ USA ചെന്നിട്ട് അതിലെ പാര വെക്കുമെന്ന്. എടാ, ദൈവം തരുന്ന ഒരു നന്മയ്ക്കിട്ട് പാര വെക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ആരാ ഇവിടെ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്തോത്രം. അതാണ് എനിക്ക് നമ്മൾ ഈ പാസ്റ്റർമാരും പ്രവാചകന്മാരൊക്കെ ഒപ്പിച്ചു വെച്ച കുറെ പരിപാടികൾ. ഇത് ദൈവം തരുന്ന നന്മ മനുഷ്യപുത്രന്മാർ കാണുക. നീ പെട്ടിയെല്ലാം കെട്ടി കാറിന്റെ മുകളിൽ വെച്ച് എല്ലാവരും കൂടെ വന്ന് യാത്ര അയച്ച് പ്രാർത്ഥിച്ച് നിന്നെ വിടുന്നത് നിന്റെ നാട്ടുകാരും ദേശക്കാരും സകല ആളുകളും കാണുക ദൈവം ചെയ്യത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? എത്ര വാക്യങ്ങൾ വേണം? ശത്രുവിന്റെ മുമ്പിൽ അവൻ വിരുന്നൊരുക്കും, ശത്രുവിന്റെ മുമ്പിൽ അവൻ മേശ ഒരുക്കും ദൈവമാണ്. രഹസ്യമായി ചെയ്യുന്ന ദൈവത്തെ അല്ല ഞാൻ ഇന്ന് രാത്രി പറയുന്നത്, പരസ്യമായി നന്മ തരുന്ന ദൈവം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ രക്തബന്ധങ്ങൾ കാണുക, ചാർച്ചക്കാർ കാണുക, നീ നശിക്കുമെന്നും മുടിയുമെന്നും പറഞ്ഞവർ കാണുക, അപവാദം പറഞ്ഞവർ കാണുക, മനുഷ്യന്മാർ വലിയ നന്മ തരുന്ന ദൈവം. ഇന്ന് രാത്രിയിൽ വാ തുറന്ന് പറ, രഹസ്യമായിട്ടല്ല, ഞാൻ പരസ്യമായി അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്, ഞാൻ പരസ്യമായി ഉയർച്ച പ്രാപിക്കാൻ പോകുകയാണ്, ഞാൻ പരസ്യമായി വലിയ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി പോകുകയാണ്. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കാൻ വേണ്ടി തയ്യാറാകുന്നു? സ്തോത്രം. ഇനി അടുത്ത ഒരു കാര്യം കൂടെ വേഗം പറയട്ടെ. സ്തോത്രം. അടുത്ത കാര്യം, സ്തോത്രം, ഇത് ഞാൻ അത് ആദ്യമേ പറഞ്ഞു. ഇതിന്റെ ക്ലോസ് എന്തായിരുന്നു? ഈ നന്മയുടെ പ്രത്യേകത, ഇത് ഭക്തന്മാർക്ക് വേണ്ടി മാത്രമുള്ള നന്മയാണ്. ഈ നന്മയുടെ 6 സവിശേഷതകളിൽ 5-ാമത്തേതാണ്. ഇത് ഭക്തന്മാർക്ക് വേണ്ടി മാത്രമുള്ള നന്മയാണ്. ഞാനത് ആരംഭത്തിലെ ആ ക്ലോസ് പറഞ്ഞത് കൊണ്ട് അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. എന്താണ് ഭക്തി എന്നുള്ളതൊക്കെ യാക്കോബിന്റെ ലേഖനം വ്യക്തമായി പറയുന്നുണ്ട്. നാവിന് കടിഞ്ഞാണിടാൻ കഴിയുന്നതാണ് ഭക്തിയുടെ ഒരു ഭാഗം. ചില ആളുകൾക്ക് ഒരു വെല്ലും ബ്രേക്കും ഇല്ലാതെ വർത്താനം പറയുന്ന ആളുണ്ട്, എന്നിട്ട് വാദോരാതെ അന്യഭാഷയും പറയും. നീ ഭക്തനൊന്നുമല്ല. സ്തോത്രം. അത് പഠിച്ചു വെച്ച അന്യഭാഷ ചുമ്മാ ഇരുന്നെങ്കിൽ കാച്ചുന്നേ ഉള്ളൂ, ഭക്തനൊന്നുമല്ല. സ്തോത്രം. കാരണം ഭക്തി എന്താണെന്ന് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. അനാഥരെയും വിധവമാരെയും പരിപാലിക്കുന്നതും അവരുടെ രോഗങ്ങൾ അവരെ പോയി കാണുന്നതും നാവിന്മേൽ നിയന്ത്രണം കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുന്നവനുമാണ് ഭക്തൻ എന്ന് പറയുന്നു. അത് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, അതുപോലെ വേറെ പല ഭാഗങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞ ഭക്തി എന്താണ് ഞാൻ ആരംഭത്തിലെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. 6-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. 1, ഇത് ദൈവത്തിന്റെ നന്മയാണ്. 2, ഇത് സംഗ്രഹിച്ച നന്മയാണ്. 3, ഇത് വലിയ നന്മയാണ്. 4, ഇത് മനുഷ്യർക്കാണ്ട് വെളിപ്പെടുന്ന നന്മയാണ്. 5, ഇത് ദൈവഭക്തന്മാർക്ക് വേണ്ടിയുള്ള നന്മയാണ്. 6-ാമത്തെ കാര്യം, സ്തോത്രം, ഈ നന്മ ആർക്കുള്ളതാണ്? സ്തോത്രം, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. 19-ാം വാക്യം വ്യക്തമാക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയാണ് നന്മ. എപ്പോഴാണ് ഈ നന്മ ഭക്തന്മാർക്ക് ലഭിക്കുന്നത്? എപ്പോഴാണ് ഈ നന്മ ഇപ്പോൾ തുടങ്ങുന്നു, അപ്പോഴാണ് ഈ നന്മ ഭക്തന്മാർക്ക് ലഭിക്കുന്നത്. സ്തോത്രം. ഒരു കാര്യം കൂടെ ഓടിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. ഇവിടെ നമ്മള് 2-3 പദങ്ങളിലൊക്കെ പറഞ്ഞല്ലോ. സ്തോത്രം. സംഗ്രഹിച്ച നന്മ, വലിയ നന്മ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സ്തോത്രം. എന്താണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്ന ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന നന്മ എന്താണ്? അദ്ദേഹം ഉദ്ദേശിച്ചത്, നമ്മൾ ഈ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം പറയണമല്ലോ. നമ്മുടെ ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഒക്കെ സുവിശേഷം എഴുതി പലരുടെയും നമ്മുടെ പ്രസംഗമൊക്കെ അവർ കേട്ടായിരുന്നു എഴുന്നേറ്റ് വന്ന് തല്ലിയേനും. കാരണം അവർ ഉദ്ദേശിച്ച കാര്യമൊന്നുമല്ല നമ്മൾ ഈ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഇവിടെ ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ സങ്കീർത്തനക്കാരൻ ഉദ്ദേശിച്ച നന്മ എന്താണ്? അതാണ് നമുക്ക് ചിന്തിക്കാൻ പോകുന്നത്. 1-ാമത്തെ നന്മ, സ്തോത്രം, ആ നന്മയാണ് അദ്ദേഹം വിളിച്ചത് വലിയ നന്മ, സംഗ്രഹിച്ച നന്മ, മനുഷ്യപുത്രന്മാർ കാണുക വെളിപ്പെടുന്ന നന്മ. ആ നന്മയാണ് 1. സ്തോത്രം. എന്താണ്? സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കുന്നതാണ് നന്മ. എന്നെ മനസ്സിലായോ? 20-ാം വാക്യം തുടങ്ങുന്നത് എന്താണ്? സ്തോത്രം, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടുകളിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. നോക്കിക്കേ, വേട്ടപ്പട്ടിയെ പോലെ ശൗല് പിന്തുടരുകയാ. സഹായം ചെയ്തു കൊടുത്ത കെയില നിവാസികൾ തന്നെ ഒറ്റിക്കൊടുക്കുമ്പോൾ, അയ്യോ ദാവീദേ, നിനക്കൊരു അബദ്ധം പറ്റി. സ്തോത്രം. നീ ആ കെയില നിവാസികളുടെ കൂടെ കയറിയാൽ, അവരുടെ കൂടെ പാർത്താൽ, അവിടെ ഒളിച്ചിരുന്നാൽ ശൗല് കണ്ടുപിടിക്കത്തിൽ നിർത്തി നീ അവരെയാണ് അഭയം പ്രാപിക്കാൻ പോയത്. അത് തന്നെ നിനക്ക് പറ്റിയ തെറ്റാണ്. സ്തോത്രം.
പക്ഷേ നീ അറിയാത്തൊരു കാര്യമുണ്ട്. സ്തോത്രം. ഏതു മനുഷ്യന്റെ മുൻപിലും, സ്തോത്രം, ഏതു മനുഷ്യന്റെ കൂട്ടുകെട്ടിനകത്തുനിന്നും സാന്നിധ്യം കൊണ്ട് മറയ്ക്കുന്ന ഒരുവൻ നിന്റെ കൂടെ ഉണ്ട്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്ക്, 2025 ദൈവം നിനക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ച ആ വലിയ മനുഷ്യപുത്രന്മാർ കാണുക വെളിപ്പെടാൻ പോകുന്ന നന്മ എന്താണെന്നറിയാമോ? സകലരും നോക്കി നിൽക്കുമ്പോൾ അവന്റെ സാന്നിധ്യം കൊണ്ട് അവൻ നിന്നെ മറയ്ക്കാൻ പോകുകയാ. സ്തോത്രം. വേട്ടയാടാൻ വരുന്നവരും ഉപദ്രവിക്കാൻ വരുന്നവരും നശിപ്പിക്കാൻ വരുന്നവരും നോക്കി നിൽക്കുമ്പം തൊടാൻ കഴിയാത്ത ലെവലിൽ അവന്റെ സാന്നിധ്യം കൊണ്ട് നിന്നെ മറയ്ക്കാൻ പോകുന്നു. ഇന്ന് രാത്രിയിൽ ഈ നന്മ ആവശ്യമുള്ള എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഈ രാത്രിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ. അവന്റെ പ്രസൻസ് കൊണ്ട്, അവന്റെ സാന്നിധ്യം കൊണ്ട് നിന്നെ മറയ്ക്കുന്ന ഒരു വലിയ നന്മ. സ്തോത്രം. രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത്, സ്തോത്രം, ആ 20-ാം വാക്യം അവസാനിക്കുമ്പോൾ പറയുന്നത്, നീ കൂടാരത്തിനകത്ത് അവരെ ഒളിപ്പിക്കും. അപ്പോൾ മറയ്ക്കുക മാത്രമല്ല, സ്തോത്രം, ഒളിപ്പിക്കുന്ന ദൈവം കൂടെയാണ്. ഓ, അവിടെ എന്നെ വളരെ ചിന്തിപ്പിച്ചു. സ്തോത്രം. എന്താ ചിന്തിപ്പിച്ചത്? ഒന്ന്, സാന്നിധ്യത്തിൽ അവരെ മറയ്ക്കും. രണ്ട്, നാവുകളുടെ വക്കാണത്തിൽ നിന്ന് അവരെ രക്ഷിച്ച്, നാവ് കൊണ്ട് അവരെ മുറിക്കാൻ വരുന്ന, വേട്ടയാടാൻ വരുന്നവരുടെ വക്കാണത്തിൽ നിന്ന് അവരെ രക്ഷിച്ചിട്ട് ദൈവം പറയാണ്, എന്റെ കൂടാരത്തിനകത്ത് ഞാൻ അവരെ ഒളിപ്പിക്കും. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവം തന്റെ കൂടാരത്തിനകത്ത് ഒളിപ്പിച്ചാൽ ആരാണ് അതിനകത്ത് കയറി വന്ന് നിന്നെ തൊടാൻ പറ്റുന്നത്? സ്തോത്രം. സങ്കീർത്തനക്കാരൻ തന്നെ പറഞ്ഞു, യഹോവയെ നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും? നോക്കി. അപ്പം ദൈവത്തിന്റെ പർവ്വതത്തിൽ, ദൈവത്തിന്റെ കൂടാരത്തിൽ കയറി വന്ന് നിന്നെ തകർക്കാൻ ആർക്ക് കഴിയും? സ്തോത്രം. അങ്ങനെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ചിലരോട് പറയുന്നു, സാന്നിധ്യത്താൽ മറയ്ക്കുന്ന, കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ഒരു വലിയ നന്മ ദൈവാത്മാവ് ഇന്ന് രാത്രി നൽകാൻ പോകുകയാ. സ്തോത്രം. നോക്കുക. അത് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ ഒരു ചിന്ത ദാവീദിന് വരാൻ കാരണം, 22-ാം വാക്യത്തിൽ ദാവീദ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. ദാവീദ് അങ്ങ് ടെൻഷനായിപ്പോയി. എന്നാന്നറിയോ? ദൈവത്തിന്റെ ദൃഷ്ടി ഞാനിപ്പോ ഇല്ല. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാനങ്ങ് ഛേദിക്കപ്പെട്ടു പോയെന്ന് പുള്ളി പരിഭ്രമിച്ചു പോയി. അപ്പോഴാണ് അദ്ദേഹം ദൈവത്തോട് യാചന കഴിച്ചപ്പോൾ ദൈവം യാചന കേട്ടപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത്, ഇല്ല ഇല്ല ഇല്ല, ഞാൻ അവന്റെ ദൃഷ്ടിയുടെ മുമ്പിൽ നിന്ന് ഛേദിക്കപ്പെട്ടിട്ടില്ല, ഞാൻ ഇപ്പോഴും അവന്റെ ദൃഷ്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ദൃഷ്ടിയിലാണ് 2025 ഞാൻ ഇരിക്കുന്നതെന്ന് നല്ല ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്ക്, അവൻ മറയ്ക്കുന്ന, ഒളിപ്പിക്കുന്ന ഒരു വലിയ നന്മ, ഒരു വലിയ സംഗ്രഹിച്ച നന്മ ദൈവം മനുഷ്യപുത്രന്മാർ കാണുക വെളിപ്പെടുത്താൻ വേണ്ടി പോകുന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നു? ഞാനൊരു വാക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. കണ്ണുകളെല്ലാം അടയ്ക്കാം, തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ഈ ലോകത്തിൽ കിട്ടുന്ന ഏത് നന്മയേക്കാൾ വലുത് അവന്റെ പ്രസൻസ് ആണ്. അതാണ് മോശ പറഞ്ഞത്, എനിക്ക് മന്നായും കാടപ്പച്ചയൊക്കെ നീ തരുമെന്ന് എനിക്കറിയാം, തീക്കൽ പാറയിൽ നിന്ന് വെള്ളം തരുമെന്നും എനിക്കറിയാം, സ്തോത്രം, ദൂതന്മാരെ കൂട്ടുവിടുമെന്നും എനിക്കറിയാം, പക്ഷെ എനിക്കതൊന്നും വേണ്ട. എനിക്ക് കിട്ടുവാണെങ്കിൽ നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്നെ അയക്കരുത്. നോക്ക, ഇന്ന് രാത്രിയിൽ ലോകത്തിലുള്ള ഏത് നന്മയേക്കാൾ വിലപ്പെട്ട നന്മ അവന്റെ സാന്നിധ്യത്തിന്റെ മറവാണ്. സ്തോത്രം. ആ സാന്നിധ്യത്തിന്റെ മറവാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ. രണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് അവന്റെ കൂടാരത്തിൽ അവൻ നിന്നെ ഒളിപ്പിക്കുന്നതാണ്. സ്തോത്രം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്താണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ? അങ്ങനെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ഈ വലിയ നന്മ, സ്തോത്രം, ഈ സംഗ്രഹിച്ചു വെച്ച നന്മ, മനുഷ്യപുത്രന്മാർ കാണുക വെളിപ്പെടുത്തുന്ന നന്മ, സ്തോത്രം, ഈ ദൈവത്തിന്റെ നന്മ നമുക്ക് അവന്റെ ഭക്തന്മാരായിരുന്ന് അവനിൽ ആശ്രയിച്ചുകൊണ്ട് ഈ നന്മ പ്രാപിപ്പാൻ ദൈവം നമ്മെ ഈ വർഷം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, നസ്രയനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾക്ക് നൽകുന്ന തിരുവെഴുത്തുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിന് മുമ്പിൽ സാഷ്ടാംഗം ഞങ്ങൾ വീഴുന്നു. കർത്താവെ, ഞങ്ങളുടെ ദൈവം സാധാരണ ദൈവമല്ല, അവൻ എന്തും ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. അവൻ എന്തെങ്കിലും ചെയ്താൽ അവൻ ചെയ്തത് അത് വലിയ നന്മ മാത്രമേ ചെയ്യുള്ളെന്ന് ഞങ്ങൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ വലിയ നന്മയെ വിളിച്ചു വരുത്തുന്നു. കർത്താവേ, കിണറെ പൊങ്ങിവായത് ഇസ്രായേൽ പാടിയപ്പോൾ മരുഭൂമിയുടെ കൂറ്റൻ മണ്ണുകൾ
വിണ്ട് കീറിക്കൊണ്ട് ദൈവത്താൽ ഒരുക്കപ്പെട്ട കിണർ പൊങ്ങി വന്നതുപോലെ ചില കിണറുകൾ ഇന്ന് രാത്രി പൊങ്ങി വരട്ടെ. ഈ സൂം വിൻഡോസിൽ ഇരിക്കുന്ന കൂടാരങ്ങൾക്കകത്ത് പൊങ്ങി വരട്ടെ. 2024 പിശാച് ചവിട്ടിത്താത്ത ചില കിണറുകൾ 25 പ്രാരംഭ മാസങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ചില കൂടാരങ്ങൾക്കകത്ത് പൊങ്ങി വരട്ടെ. ചില തലമുറകളിൽ പൊങ്ങി വരട്ടെ. മിനിസ്ട്രിക്കകത്ത് പൊങ്ങി വരട്ടെ. ഈ രാത്രിയിൽ ഞങ്ങൾ ആത്മാവിൽ അത് പ്രഖ്യാപിച്ചുറപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനകൾക്കും അത്ഭുതം ചെയ്യും. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം.